ഹലോ ഗൈസ്, നമ്മുടെ കൊണേസകുമാരനിക്ക് വേണ്ടിയിട്ട് ടീം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇച്ഛാ പിടിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു വിഷയം മുന്നോട്ട് വെച്ചു. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു മെറ്റീരിയൽ അല്ല, ഒരു സെക്സ് ഒബ്ജക്റ്റ് അല്ല. എനിക്ക് എൻ്റെതായ പേഴ്സണാലിറ്റി ഉണ്ട്. ഐ ആം എ ഇൻഡിവിജ്വൽ. ഇനി അതെന്തരാണോ അത് തന്നെ, അതാണ് ഞാൻ. എനിക്ക് എൻ്റെ വ്യക്തിത്വമുണ്ട്, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് എന്നോട് ഒരാൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റേ വിത്ത് ഹിം, ഐ വിൽ മാരി ഹിം ആൻഡ് ഐ വിൽ. അല്ലാണ്ട് ഞാനൊരു ഒബ്ജക്റ്റ് അല്ല. എൻ്റെ തഴപ്പുകൾ, മുഴപ്പുകൾ, വലിപ്പങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. ഇറ്റ്സ് ഫോർ എൻ്റെ ഇതാണ്, എൻ്റെ ശരീരം എൻ്റെ ഇതാണ് എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനകത്ത് നിങ്ങൾ ഇനി സദാചാരവാദിയെന്നോ പിന്നെ പഴയകാല വസന്തമെന്നോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾ കിഡ്സുകൾ കിടന്ന് കുഡൂസ് വർത്താനം പറയുന്നത് പോലെ എന്ത് വേണോ പറഞ്ഞാലും ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഡിസ്കഷൻസ് മേലെ ഡിസ്കഷനാണ്. ഇപ്പോൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികമൊക്കെ പറഞ്ഞപ്പോൾ ഹനാൻ ഉടുതുണി ഊരി അവിടെ വന്നിരിക്കുന്നത് കണ്ടു. അതാണ് നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് കൊടുക്കണം. കാലത്തിനനുസരിച്ചിട്ടുള്ള കോലം കിട്ടണം. 2026 വണ്ടി കയറണം, ഇതൊക്കെ പറയുന്നവരാണ്. 2026 ഞാൻ എൻ്റെ ഉമ്മച്ചീന്ന് തന്നെയാണ് വിളിക്കുന്നത്, അല്ലാണ്ട് എടി മറ്റവളേ എന്നല്ല വിളിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അതിനുള്ള മറുപടി. ഏതായാലും ടീം പറഞ്ഞ ആ ഒരു സംഗതി ഞാൻ അത് ഇവിടെ ചേർത്ത് വയ്ക്കുന്നു. കേൾക്കാം. നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന പേരിലുള്ള യൂട്യൂബർ, അദ്ദേഹം പല വിഷയങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ പല വിഷയങ്ങളും നമുക്ക് യോജിപ്പൊക്കെ തോന്നാറുണ്ടെങ്കിലും അദ്ദേഹം പൊതുവെ ഒരു റാഷണലി അനലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ എല്ലാവർക്കും വളരെ ഡീപ്പായിട്ട് വിശ്വസിച്ചിരിക്കുന്ന, ഒരു നിലക്കും അത് തെറ്റില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ആ വിഷയങ്ങളിൽ അവർ അത്തരം ചർച്ചകളിലേക്ക് എത്തുമ്പോൾ ചില ആളുകളെങ്കിലും എങ്ങനെയാണ് ആകെ അവർ പൊതുവെ സ്വീകരിക്കുന്ന യുക്തി പോലും അതിൻ്റെ അയലത്തിലേക്ക് എത്താത്ത രൂപത്തിൽ സംസാരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന 24 ന്യൂസിലെ ഒരു തമിഴ് പ്രോഗ്രാം. അതിൽ നടന്ന ഡിസ്കഷനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ചില കമന്റുകൾ നമ്മൾ പരിശോധിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്കത് പരിശോധിക്കാം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ അങ്ങനെ ആവാമെന്നും അങ്ങനെ വേണ്ട കുറച്ചുകൂടിയൊക്കെ ഒരു നിയന്ത്രണമാവാം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇദ്ദേഹം വിശ്വസിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു നിയന്ത്രണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ പാടില്ല. അല്ലെങ്കിൽ വസ്ത്രധാരണം, ശരീരം പ്രദർശനം എന്ന് പറയുന്ന ഒരു കാര്യം ചർച്ച ചെയ്യാൻ തന്നെ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ 2026 ജീവിക്കുന്നത്, അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാനേ പാടില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും തിയറി ഉദ്ധരിക്കുകയാണെങ്കിൽ, ശാസ്ത്രം ഉദ്ധരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും യുക്തി പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിൽ പരിശോധിക്കാനോ പോലും തയ്യാറാവാതെ സാധാരണ വിഷയങ്ങളിൽ ഇദ്ദേഹം കാണിക്കുന്ന ഒരു യുക്തിപരമായ സമീപനം പോലും ഇല്ലാതെ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവാം, ഇപ്പോൾ വസ്ത്രധാരണം ഇന്ത്യയിൽ, നമ്മൾ ഇന്ത്യയിൽ നിന്നാണല്ലോ സംസാരിച്ചത്, ഇന്ത്യയിൽ പിന്നെ ന്യൂഡായിട്ട് വസ്ത്രം ധരിക്കാൻ പറ്റില്ല. പക്ഷേ പൊതുവെ ബാക്കിയുള്ള വസ്ത്രധാരണത്തിൽ ഒന്നുമില്ല, നിയമപരമായ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഒരാൾ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നു, അതിൽ നിയമപരമായി പ്രശ്നമില്ല. അപ്പോൾ നിയമപരമായി പ്രശ്നമില്ലാത്തൊരു കാര്യം പിന്നെ എങ്ങനെ നമ്മളത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ അതിന്റെ മൊറാലിറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ആദ്യം ഇദ്ദേഹം അടക്കം ഈ വിഷയങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവരെ ജയിലിൽ അടക്കണോ എന്നുള്ള നല്ല ഡിസ്കഷൻ, മറിച്ച് സാമൂഹികമായി അത് ഗുണകരമാണോ ദോഷമാണോ എന്നുള്ള ഡിസ്കഷനാണ്. ഇത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഇന്ത്യയിൽ കള്ളു കുടിക്കുന്നത് അനുവദനീയമാണ് അല്ലേ? നിയമപരമായി കള്ളു കുടിക്കുന്നത് അനുവദനീയമാണ്, മറ്റുള്ളവർ ഉപദ്രവിക്കാനും പാടില്ല മാത്രം. അപ്പം നിയമപരമായി അനുവദനീയമായ കള്ളുകുടി അത് പാടുണ്ടോ പാടില്ല എന്നുള്ള ഡിസ്കഷൻ ഇവിടെ നടക്കുന്നില്ലേ? ചില ആൾക്കാർ പറയും മദ്യ നിരോധനം വേണം, മദ്യം പാടില്ല, അല്ലെങ്കിൽ നിരോധനമില്ലെങ്കിലും അത് കുടിക്കുന്നത് സാമൂഹികമായി ദോഷകരമാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, കുറച്ചൊക്കെ കുടിക്കാന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്, നന്നായി കുടിക്കാന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഇതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. മൊറാലിറ്റിയും ലീഗാലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഒരു നിയമപരമായി അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും അത് നല്ലതാണോ മോശമാണോ എന്നുള്ള ചർച്ച വളരെ സ്വാഭാവികമാണ്. വളരെ സ്വാഭാവികമായി ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യയിൽ മതം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? മതം സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. പക്ഷെ മതം വേണ്ടെന്ന് പറയുന്ന ആൾക്കാരില്ലേ? അല്ലെങ്കിൽ മതം നല്ലതല്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ? ആ വിഷയത്തിൽ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇദ്ദേഹം ഒരു എത്തീസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന് മതം നല്ലതല്ല എന്നുള്ള വാദമല്ലേ ശരിക്കുള്ളത്? അപ്പോൾ അതിനർത്ഥം ഇയാൾ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്നാണോ? അല്ല, ഇദ്ദേഹത്തിന് നിയമപരമായി മതം അനുവദനീയമാണെങ്കിലും ഇദ്ദേഹത്തിന് അത് നല്ലതായിട്ട് തോന്നുന്നില്ല, അത്രേ ഉള്ളൂ സംഭവം അല്ലേ? അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കാതെ. അതേപോലെ തന്നെ ചോയ്സ്, ഒരാൾക്ക് തീർച്ചയായും ഒരു സ്ത്രീക്ക് ശരീരം പ്രദർശിപ്പിച്ച രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്, ചോയ്സ് ഉണ്ട്. പക്ഷേ ആ ചോയ്സ് നല്ലതാണോ മോശമാണോ? ഇതുപോലെ കള്ളു കുടിക്കാൻ ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് നല്ലതാണോ മോശമാണോ? സമൂഹത്തിന് ഗുണകരമാണോ ദോഷകരമാണോ? മതം ചോയ്സ് ആണ് അല്ലെ, ഒരാളുടെ ചോയ്സ് ആണ്. പക്ഷെ അത് നല്ലതാണോ മോശമാണോ എന്നുള്ള ചർച്ചകൾ സ്വാഭാവികമാണ്. ആ ചർച്ചകളോട് ഭയങ്കര അസഹിഷ്ണുത ഉണ്ടായാൽ പ്രശ്നം സംഭവിക്കാൻ വെച്ചാൽ അയുക്തികരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി വരും. അതാണ് ഇദ്ദേഹം ഈ സംസാരത്തിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകം പറയുകയാണ്, ഈ മതവും അതേപോലെ തന്നെ കള്ളുകുടിയും അതേപോലെ തന്നെ വസ്ത്രധാരണം ഒരേപോലെ ആക്കി എന്ന് പറയുന്നത് അനാലജിയാണ്. അനാലജി തമ്മിലുള്ള വ്യത്യാസമൊക്കെ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കാന്നതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തോടുള്ള പറയുന്നത് കമന്റ് അടിക്കുന്ന ആൾക്കാരോടാണ്. അപ്പോൾ ഇനിവേ നമുക്ക് ഇദ്ദേഹത്തിന്റെ വാദം എത്രത്തോളം കോൺട്രഡിക്റ്റ് ആണ്, ഇദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ട് എന്താണ് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ അങ്ങനെ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചയെ വേണ്ട എന്നുള്ളതാണ് പൊസിഷൻ. അപ്പോൾ ആ പൊസിഷന് വേണ്ടി ഇയാൾ എത്രത്തോളം കോൺട്രഡിക്റ്റിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു സ്ത്രീ, ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു സ്ത്രീ ഈ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള ഒരു പ്രതികരണം നിങ്ങൾ കേട്ടോ. പഴയ സംസ്കാരം പഴയ മാനദണ്ഡമാണെങ്കിൽ പറയാതിരിക്കുന്നതാണ്. ദേവദാസി കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ സംസ്കാരം. പിന്നെ ദൈവങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പറഞ്ഞു വേറെ വിഷയം. പിന്നെ അമ്പലങ്ങളിലുള്ള ഈ പറഞ്ഞ കൊത്തുപണികളുടെ സംസ്കാരം, പല സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അതൊക്കെ ചർച്ചയുണ്ട്. നമ്മൾ പോകുമ്പോൾ അതിനൊക്കെ നല്ല കിട്ടുന്നുണ്ടോ എനിക്ക് സംസ്കാരം പറയുന്ന ടീമുകൾ. പറയുന്ന പോലെ ഇവിടെ ഏറ്റവും
അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പിന്നെ നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ സംസ്കാരത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു, ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ ശരിയാണ്, ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണ പരിശുദ്ധമായിരിക്കില്ല, ഒരുപാട് യോജിപ്പുകളൊക്കെ ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികമാണ്. ഇദ്ദേഹം ഈ പൊസിഷൻ എടുത്തു. അപ്പോൾ പൊസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മുടെ പണ്ടത്തെ സംസ്കാരം എന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യാൻ പറയണ്ട, നമ്മുടെ പണ്ടത്തെ സംസ്കാരത്തിൽ എന്തെങ്കിലും കുറേ പ്രശ്നങ്ങളുണ്ട്, ഇതാണ് ഇദ്ദേഹത്തിന്റെ പൊസിഷൻ. ഓക്കെ, അദ്ദേഹത്തിന് അത് ശരിയാണ്. അവരുടെ സംസ്കാരത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. മന്നത്ത് പത്മനാഭൻ എഴുതി വെച്ചിട്ടില്ലേ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അത് നമ്മളിനി വിശാലമായിട്ട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മന്നത്ത് പത്മനാഭൻ്റെ പുസ്തകം വായിച്ചാൽ മാത്രം മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്തു വെച്ച് വായിച്ചാൽ അപ്പോഴേ മനസ്സിലാവും ഇവരുടെ ആ പഴയകാല ചരിത്രത്തിലുള്ള പ്രശ്നങ്ങൾ, ചൂട്ടുകറ്റയും മറ്റതും മറിച്ചതും, കിട്ടിയും കിണ്ടിയും ഒക്കെ. ഇനി ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഈ പ്രോഗ്രാമിൽ തന്നെ മറ്റൊരു സംസാരം ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ പൊസിഷനോട് യോജിച്ച രൂപത്തിലാണ് അദ്ദേഹം ആ സ്ത്രീ സംസാരിക്കുന്നത്. പക്ഷേ ആ സ്ത്രീ പറയുന്ന പോയിന്റ് നേരെ വിപരീതമാണ്. കാരണം ആ സ്ത്രീ പറയുന്നത് വെച്ചാൽ നമ്മുടെ സംസ്കാരമാണ് ഭയങ്കര സംസ്കാരമാണ്, പിന്നെ ഫിലോസഫി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രൂപത്തിൽ ശരീരം പ്രദർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഈ കൊത്തുപണികളിലും അതേപോലെ അമ്പലങ്ങളിലും അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ സംസ്കാരത്തിലൊക്കെ പറ്റുന്ന ബ്രിട്ടീഷുകാർ വന്നിട്ട് വിക്ടോറിയൻ മൊറാലിറ്റി നടപ്പിലാക്കിയപ്പോഴാണ് മൊത്തം പാളിയത് എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്ന ആർഗ്യുമെന്റ്. ഓക്കെ, ഇദ്ദേഹം മുമ്പ് പറഞ്ഞതാണ് നമ്മുടെ പണ്ടത്തെ സംസ്കാരം പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് ഈ പറഞ്ഞ ദേവദാസിയും അതേപോലെ തന്നെ ദൈവങ്ങളുടെ കൊത്തുപണിയൊക്കെ നോക്കിയാൽ അറിയില്ലേ, മൊത്തം ശരീരമൊക്കെ പ്രദർശിപ്പിക്കല്ലേ. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം അത്ര അടിപൊളി അല്ലാതാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ആ സ്ത്രീയുടെ അഭിപ്രായം കേൾപ്പിച്ചിട്ട് ഇയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഇപ്പോൾ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ പിന്നെ ആ ലേഡി ഉണ്ടല്ലോ, കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു ലേഡി വന്നിരുന്ന് പറഞ്ഞില്ലേ, ആ പ്രഹസനമാണ് അവിടെ കേൾപ്പിക്കുന്നത്. അത് സായി കേൾപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് കേൾപ്പിക്കുന്നത്, അതാണ് കേൾപ്പിക്കുന്നത്. അവിടെ ഈ സംസാരിച്ച സ്ത്രീ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് വലിയ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചരിത്രപരമായി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെയുള്ള ന്യൂഡിറ്റി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യാം. നമുക്ക് ഭയങ്കര ഫിലോസഫി ഉണ്ട്, നമുക്ക് വലിയ സംസ്കാരമുണ്ട്. എന്നിട്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് വിക്ടോറിയൻ മൊറാലിറ്റിയിലാണ് ഈ ന്യൂഡിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ കൺസെപ്റ്റുകൾ, ഇന്ന് നമ്മൾ നഗ്നത, വൾഗാരിറ്റി എന്നൊക്കെ പറയുന്ന പുതിയ കൺസെപ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത് ഈ പുതിയ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഈ സ്ത്രീ പറയുന്ന ആർഗ്യുമെന്റ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് നേർ വിപരീത ആർഗ്യുമെന്റാണ്. നേരത്തെ പറഞ്ഞാൽ പണ്ടത്തെ സംസ്കാരത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, എന്നെ കൂടെ പറയിപ്പിക്കരുതെന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. നമ്മുടെ പണ്ടത്തെ സംസ്കാരത്തിൽ എന്തെങ്കിലും ന്യൂഡിറ്റി ഒക്കെ വളരെ ഓക്കെ ആയിരുന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് പ്രശ്നമായത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും എൻ്റയർലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ട് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ, അത് പിന്നെ സ്ത്രീ ശരീരം പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം ഓക്കെ ആണെന്നുള്ള പൊസിഷന് വേണ്ടിയിട്ട് എൻ്റയർലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പോലും എന്ത് ചെയ്യണം. എന്നിട്ട് ഇയാൾ ഈ സീക്രട്ട് ഏജന്റ് പറയാണ്, സായി പറയാണ്, ഈ സ്ത്രീയാണ് സെൻസിബിളായി സംസാരിച്ചത്. താങ്കൾ പറഞ്ഞത് നേർ വിപരീതമാണ് അവർ സംസാരിച്ചത്, പക്ഷേ എൻ്റെ പൊസിഷന് അനുകൂലമാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് നേർ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും അത് സെൻസിബിൾ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ, യു എ ടീമിന് ഇതുവരെ ഈ സായിയെ മനസ്സിലായിട്ടില്ലേ? കുറെ മൊണ്ണകളാണ് അയാളുടെ സബ്സ്ക്രൈബേഴ്സ്. ഇവൻ പറയുന്ന തലയും വാലും ഇല്ലാത്ത കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് എല്ലാം ഓക്കെ സുനു കൂത്തെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നവരാണ്. അവിടെ നിന്നൊരു വീഡിയോ കൊണ്ടുവയ്ക്കും, ഇവിടെ നിന്നൊരു വീഡിയോ കൊണ്ടുവയ്ക്കും, മറ്റിടത്തുനിന്നൊരു വീഡിയോ കൊണ്ടുവയ്ക്കും. ഇത് മൂന്നുപേരും ഇപ്പം ഇയാൾ പറയണത് അങ്ങനെയാണെങ്കിൽ അത് തന്നെ കറക്റ്റ്, ഇനി ഇത് പറഞ്ഞാൽ അത് തന്നെ കറക്റ്റ്, ഇനി ഇത് മൂന്നാമത്തത് വരുമ്പോൾ ഇത് തന്നെ കറക്റ്റ്. ഈ മൂന്ന് പേരും പറഞ്ഞത് കറക്റ്റാണ്. സൈഡ് വാക്കതാണ്. ആ ഒരു കോംപ്ലിക്കേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ എന്താണെന്നറിയാമോ, അത് കാണാനിരിക്കുന്ന ആ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ലെവലിലിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ മൂന്നും അനലൈസ് ചെയ്യാനുള്ള ബോധം ഉണ്ടാവും. അവരത് അനലൈസ് ചെയ്യും, എന്നിട്ട് അവർ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. അല്ലാതെ ഇവനെ ആര് കാണുന്നതല്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ. പക്ഷേ ന്യൂസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യാൻ മണ്ടനെ കൊണ്ട് പറ്റാറുണ്ട്. അതാണ് അവൻ ചെയ്യുന്നത്. അവനെ പോലെ ഒരു നമ്മൾ ബിഗ് ബോസ് 6 ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതാണ് ആള്. അത് ഇതുവരെ ഈ യു എ ടീമിന് പിടികിട്ടിയിട്ടില്ലല്ലേ. എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് ഇവൻ പറയണത് മുഴുക്ക. ആദ്യം പൊതുസമൂഹം എന്ത് പറയണം നോക്കും. അതായത് ധൈര്യസമേതം പൊതുസമൂഹം പറയുന്നതിന് എഗൻസ്റ്റ് പറയാൻ അവൻ്റെ നാവ് പൊങ്ങൂല. പൊതുസമൂഹം ഒരാൾക്ക് എഗൻസ്റ്റ് ആണോ അയാൾ അങ്ങോട്ട് അടിച്ചങ്ങിടുക, അതാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ കോണ്ടസ്റ്റ് എന്തെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള കുറേ ചീഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, മനസ്സിലാകാനിട്ടല്ല, ദേ നോസ്. ഇപ്പോൾ നമ്മളൊരു ഡ്രസ് കോഡിൻ്റെ കാര്യം പറയണു. ആ ഡ്രസ്സ് അവൻ്റെ വീട്ടിൽ ആരെങ്കിലും ഇടിപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്തയ്ക്ക് തളങ്ങി വിളിച്ചെന്ന് പറയും. ഇറ്റ്സ് കോമൺ ഫാക്റ്റാണ്. നിങ്ങൾ ഒരു സാധനത്തിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുമോ എന്നല്ലേ ചോദ്യം വരുള്ളൂ. ഇപ്പം ഞാൻ പറയണേ, ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പണ്ട് മുൻ കാലഘട്ടങ്ങളിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇവർ റോഡിലിരുന്ന് ഷീറ്റിടും. യുവമാരോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വയറ്റി കൊണ്ട് കിടക്കാൻ ഞങ്ങൾക്ക് ഇട്ടാൽ കുഴപ്പമാണെന്ന് ചോദിക്കുന്ന കഴുത ചോദ്യം ഉണ്ടല്ലോ, അതാണ് ഈ വിറ്റോള് ചോദിക്കുന്നത്. ഈ നമ്മൾ അങ്ങോട്ട് പറയണതൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല, ഇങ്ങോട്ട് അവർ പറയും, അത് നമ്മളങ്ങോട്ട് കേട്ടോണ്ടിരുന്നോണം. ഇത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഇതാ റൈറ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് കുറേ പൊട്ടന്മാരും ഇവരുടെ ഒപ്പം ഉണ്ട്.
അതാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഇപ്പോൾ യുവ ടീം ചെയ്ത ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ബ്രില്യൻ്റ്, അത് കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട്. പിന്നെ ഇവൻ വിദേശ പര്യടനത്തിന് പോയ കഥകളും വിദേശ പര്യടനത്തിന് പോയ സമയത്തുള്ള അവിടുത്തെ ഇതുമൊക്കെ പറയുമ്പോഴത്തേക്ക് എബ്സ്റ്റീൻ ഫയൽ എടുത്തിടുന്നുണ്ട് യുവ ടീം. അതാണ് കറക്റ്റ്. നമ്മൾ വിദേശത്തൊക്കെ ഇങ്ങനെയല്ല, വിദേശത്തൊക്കെ അങ്ങനെയാണ്, വിദേശത്ത് തുണിയില്ല നടക്കുന്നതിന് പാഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇതൊന്നും ഇല്ലേ? ഈ ഇടയ്ക്ക് നടന്നൊരു വലിയ ഒരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും താമസിക്കുന്ന വീട്ടിൽ അണ്ടർഗ്രൗണ്ടിൽ ഒരു മകളെ അയാൾ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് അതിൽ 7 കുട്ടികളെയാണ് അയാൾ ജനിപ്പിക്കുന്നത്. ഈ അണ്ടർഗ്രൗണ്ടിൽ വെളിച്ചമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ അതിനകത്ത് കിടന്ന് 7 കുട്ടികൾ, അതും സ്വന്തം തന്തയുടെ 7 കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ അങ്ങനെയൊന്നും നടന്നത് നിനക്ക് അറിയത്തില്ലല്ലോ. അറിയോ? എപ്സ്റ്റീൻ ഫയലിൻ്റെ കേസ് എടുക്കാം. ഇത്രയും വൾഗറായിട്ടുള്ള, ഇത്രയും മോശമായിട്ടുള്ളൊരു ചിന്താധാരയുള്ളവരാണ് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന അവിടുത്തെ ഭരണാധികാരികളെന്ന് കൃത്യമായി തെളിവ് ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അതേ സാധനം ഇവിടെയാണെങ്കിൽ വിടുമോ? ഇവിടെ രാഹുൽ മാങ്കൂട്ടൻ ഉഭയകക്ഷി സമ്മതപ്രകാരം 2 പേർക്കൊപ്പം കിടന്നതിന് എന്തെല്ലാം എടുത്തു വെച്ച് പറഞ്ഞ് പോട്ടെ, വേടൻ ചെയ്തു, വേടനെ എന്തെല്ലാം ചെയ്ത്, അതുപോലെയാണോ? അപ്പം രണ്ടിനും വ്യത്യസ്തതയുണ്ട്, 2 ഇടത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. അവിടെയും ഈ റേഷ്യോ ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ മിനിറ്റിൽ ഇത്ര പെണ്ണുങ്ങൾ വെച്ച് നാശപ്പെടുന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു റേറ്റ് അവിടെയും ഉണ്ട്, റേഷ്യോ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വിദേശത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ നിങ്ങൾ പറയും? ഇപ്പോൾ ഇന്നലെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയ്ക്കകത്ത് ദുബായിലാണ് ഇതേപോലൊരു റാക്കറ്റ് ഉള്ളതെന്ന് പറയുന്നത്, സെക്സ് റാക്കറ്റ് ഉണ്ടെന്ന് പറയുന്നത്. കേരളത്തിലുണ്ടോ അങ്ങനെയൊന്ന്? ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പിടിപെടത്തില്ലേ? പിടിച്ചോ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ഇത്രയും ഹൈടെക് സിറ്റിയായ ദുബായിൽ ഞാൻ അവിടെ ഇത്രയും കാലം അടിമയായിരുന്നു, എന്നെ ഒരു ദിവസം 23 പേര് വരെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് യു എ ടീം പറയുന്നത് പോയിന്റാണ്. ഒരു സ്ഥലത്തിൻ്റെ അവരുടെ ആ ഒരു എന്താ പറയണേ സാമ്പത്തിക വളർച്ചയോ അല്ലെങ്കിൽ ആ നാടിൻ്റെ ഒരു ലുക്കോ വെച്ചല്ല നമ്മൾ ആ നാട്ടിൻ്റെ സംസ്കാരം അളക്കുന്നത്. നമ്മൾക്ക് ഒരു സംസ്കാരമുണ്ട്, നമ്മളെ മെറ്റീരിയലൈസ് ചെയ്യുന്ന ഒരു കൾച്ചറിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഞാൻ എതിർത്തത് അതിനെയാണ്. എനിക്ക് യു എ ടീമിൽ നിന്ന് വന്ന കുട്ടികൾ പറഞ്ഞതാണ് കറക്റ്റായിട്ട് തോന്നിയത്. നമ്മളുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീഡം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഊരിക്കളയേണ്ടത് വസ്ത്രമാണ്. നമുക്ക് അതിൽ നിന്നാണ് ഒരു മോചനം വരേണ്ടത്. സ്ത്രീകൾ എന്തിനാണ് ഇത്രയും കവറപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. സ്ത്രീകൾക്ക് ഇന്നർ ഇടേണ്ടി വരും. എവിടെ? സെക്കൻഡ് പേപ്പർ, ബ്രേസിയർ. എന്തുകൊണ്ടിടുന്നു? ഞങ്ങൾക്ക് ബ്രസ്റ്റ് ഉണ്ട്, അത് താങ്ങി നിർത്താനുള്ള സാധനം അത് നമ്മൾ ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. അത് നിനക്ക് ഒരു പണിഷ്മെൻ്റ് ആണോ? അത് വേണ്ട, നിനക്ക് അവിടെ 2 മൊട്ടുകൾ മാത്രം മതി, നീ ഊരി കളഞ്ഞിട്ട് നടാ എന്ന് പറഞ്ഞു തരുന്നതാണ് ഈ ഫാഷൻ ടെക്നോളജി, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം. ഫാഷൻ ടെക്നോളജി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, അത് ഭയങ്കര സംഭവമായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്, അതൊക്കെ വേണം. പക്ഷെ അതെന്തിനായിരിക്കണം? വസ്ത്രം കൗതുകമുള്ളതായിരിക്കണം, കാണാൻ ഭംഗിയുണ്ടായിരിക്കും, നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നണം. സാരി ആയിരുന്നാലും ഫ്രോക്ക് ആയിരുന്നാലും ചുരിദാർ ആയിരുന്നാലും നമുക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെ കാണാൻ നമുക്കൊരു സന്തോഷം തോന്നണം. അല്ലാണ്ട് പൊട്ടുപോലൊരു സാധനം ഇട്ട് റാമ്പ് വാക്കി കൂടെ നമ്മളെ നടത്തിയിട്ട് അതിന് ഫാഷൻ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ മെറ്റീരിയലൈസ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും, അല്ലാത്തവർ പറയും ദേ പെണ്ണുമ്പുള്ള വീണ്ടും ഇരുന്നുണ്ട്, അതിൻ്റെ കൊച്ചുങ്ങളെയൊക്കെ പറയുന്നു, കൊച്ചുമക്കളെ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മമാരുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. തോന്നിവാസങ്ങൾ കാണിക്കാതിരിക്കൂ, നമ്മുടെ ശരീരത്തിനെ മെറ്റീരിയൽ ആക്കാതിരിക്കൂ എന്നാണ് പറഞ്ഞത്. ശിവനെ ഇതിന്റെ ഒരു പ്രശ്നം വന്നു. നമ്മളൊരു പൊസിഷൻ എടുക്കുന്നപ്പോൾ ഓക്കെ, അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നപ്പോൾ ഓക്കെ, പക്ഷേ അതിന്റെ പേരിൽ നേരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യാം, ആ വിഷയത്തിൽ ഒന്ന് എന്റെ പൊസിഷൻ എന്താണ്, അത് റാഷണലി എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നുള്ളൊരു സജഷൻ വെച്ചു മാത്രം. ഇനി പിന്നെ നമ്മുടെ അൺമാസ്കിംഗ് അനൗൺസിലുള്ള പിന്നെ അമീർ സാഹിബും അതേപോലെ തന്നെ സമതൊക്കെ സംസാരിച്ച കാര്യങ്ങളോട് അദ്ദേഹം റിയാക്ട് ചെയ്യാണ്. നമുക്കറിയാം ആ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ചാനലിൽ ഓൾറെഡി അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അമീർ സാഹിബ് അവിടെ പറഞ്ഞത് വെച്ചാൽ ഫെമിനിസ്റ്റുകൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ പറഞ്ഞു, പ്രത്യേകിച്ച് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ. അപ്പോൾ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ ഷൈല ജോഫ്രീസിന്റെ പിന്നെ പുസ്തകം കോട്ട് ചെയ്തിരുന്നു, ഇൻഡസ്ട്രിയൽ വജൈന കോട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ അമീർ സാഹിബും ഇപ്രാവശ്യം പല ഫെമിനിസ്റ്റുകളെയും കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഫെമിനിസ്റ്റുകൾ തന്നെ പറയുന്ന ഒരു കാര്യമാണെന്ത്, അത് സിമ്പിളാണ്. അവൻ്റെ കസ്റ്റമേഴ്സ്, അവൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അവർക്ക് അത്രയും ബ്രെയിൻ ഉള്ളൂ. ഇവൻ പറയണ പൊട്ടത്തരം അതാണ് ശരി എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന പൊട്ടന്മാരാണ് അവൻ്റെ കൂടെ ഇരിക്കുന്നത്. സ്വാഭാവികം. നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെറ്റാണെങ്കിൽ തെറ്റെന്ന് എഴുതി വയ്ക്കുക. അവിടെ ചീത്ത വിളിക്കുന്നവരെയാണ് ഞാൻ എടുത്ത് കളയണം. തെറ്റെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒത്തിരി അമ്മമാരുണ്ട്, UK എന്നൊക്കെ ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ഇടാറുണ്ട്. ഈ കമൻറ്റിൽ ഞാനിത് വായിച്ചിട്ടില്ല അച്ഛാ, നേരെ വാട്സപ്പിലേക്ക് വരും. അവരവരുടെ ഭാഗം പറഞ്ഞേ പോവുള്ളൂ. അങ്ങനെയുള്ള നല്ല ആൾക്കാരുണ്ട് നമുക്കിടയിൽ. അവരാണ് നമുക്ക് തിരുത്തലുകൾ വരുത്തുന്നത്. ഇപ്പം ഒരു ബാഡ് ലാംഗ്വേജ് ഉപയോഗിച്ചു, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അത് പറയരുത്, അത് ശരിയാവത്തില്ല.
അങ്ങനെ പറയണം. അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് അവനില്ല. അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊണേശകുമാരൻ എന്ത് പറഞ്ഞാലും അതങ്ങോട്ടങ്ങ് എടുക്കുന്ന ഒരു പ്രത്യേകതരം ആൾക്കാരാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത്? അത് ഈ പുരുഷാധിപത്യം അവരുടെ താല്പര്യങ്ങൾ സ്ത്രീയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഇതിനു വേണ്ടിയുള്ള മാനിപ്പുലേഷൻ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യാപകമായി ഫെമിനിസ്റ്റ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പുരുഷന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സംഭവം നടക്കുന്നുണ്ട്. ഫെമിനിസ്റ്റ് നറേറ്റീവിൽ അത് ഒരു പാട്രിയാർക്കി ആയി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അത് വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ തന്നെയുണ്ട്. ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, ആവശ്യത്തിൽ ഒരുപാട് ചർച്ചകളുണ്ട്. റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ആവശ്യത്തിൽ വളരെ വിശദമായി ഡ്രസ്സിങ്ങിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ പറയുന്നത് ഇദ്ദേഹം എടുക്കുന്ന പൊസിഷൻ പറഞ്ഞാൽ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പിന്നെ മിണ്ടാൻ പാടില്ല. ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ദേശീയ ഗാനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ദേശീയ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ പറയില്ല, ദേശീയ ഗാനത്തെ പിന്നെ അപമാനിക്കരുതെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സ്ത്രീയുടെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഏത് വിഷയത്തിലും ആകാശത്തിന് കീഴിലുള്ള വേറെ ഏത് വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞ സംഭവം മിണ്ടിപ്പോയത് ആ വിഷയത്തിൽ വളരെ അഭിപ്രായം പാടില്ല. അത് പിന്നെ ചോയ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു അഭിപ്രായമില്ല. ആ ചോയ്സിൽ നല്ലത് മോശമൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ചർച്ചയും വേണ്ട പാടില്ല. അത് കേരളത്തിൽ മാത്രമാണ് ചർച്ച നടക്കുന്നത്. ഇവിടെ ഈ ഫെമിനിസ്റ്റുകളും ഇതുപോലെയുള്ള ചർച്ചകളും ഈ തിയറികളും ഇതൊക്കെ വെസ്റ്റേൺ ലോകത്ത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അവിടെ ഇവർ പറയുന്നത് വെച്ചാൽ വെസ്റ്റേൺ ലോകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ ന്യൂഡിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയും ഈ വിഷയത്തിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ചർച്ച ഒന്നല്ല. അപ്പം ഇദ്ദേഹം ആ വിഷയത്തിൽ നമ്മൾ പഠനങ്ങൾ ഉദ്ധരിച്ച് അല്ലെങ്കിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫെമിനിസ്റ്റുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. തിയറി അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ കൊണ്ടുവന്ന് സംസാരിക്കുന്ന അപ്പോൾ തിയറി അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു വസന്തം എന്നുള്ള ഇവിടെ യഥാർത്ഥത്തിൽ ഒരു അഡ്ഹോമിനെ നടത്തിയതുകൊണ്ട് ഒരു പേഴ്സണൽ അറ്റാക്ക് നടത്തിയതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഒരു ചർച്ച നടത്തുന്ന ഓക്കെ, അദ്ദേഹം ഉദ്ധരിച്ച തിയറി അത് ഇന്നതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല, അല്ലെങ്കിൽ ആ തിയറി ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രീയമായിട്ടല്ല ഈ വിഷയത്തെ നോക്കി കാണുന്നത്, അങ്ങനെയും പൊസിഷൻ എടുക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ശാസ്ത്രീയമായിട്ടല്ല പൊതുവായിട്ടുള്ള വേറെ ചില മാനദണ്ഡങ്ങളാണ് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരാളെ വസന്തം വിളിച്ചത് കൊണ്ട് ആ പറഞ്ഞ കാര്യത്തിന് മറുപടി ആയില്ല. വസന്തം അവനത് പറയും, കാരണം അവൻ നിത്യ യൗവന നായകനാണ്. അവിടെ ഉള്ള പ്രായം ചെന്ന അമ്മമാരോട് അവർ ബിഹേവ് ചെയ്തതിനെ പറ്റി ഒരു കാര്യം പോലും പറയാത്ത അത്രയും നല്ലൊരു ഇൻഫ്ലുവൻസറാണ് സായി. ഒരു പ്രായം കഴിഞ്ഞാൽ അവർ വസന്തങ്ങളാണ്. പിന്നെ അവരൊന്നും പറയണത് ശരിയല്ല. പണ്ട് കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ ചരിത്രരേഖകൾ എഴുതി വെച്ചത് കൊണ്ടാണ് നിനക്കൊക്കെ ആ ചരിത്രബോധം വരുന്നത്. അവർ വസന്തങ്ങളായിട്ട് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെച്ചാൽ ആ പുസ്തകം നീ വായിക്കുമോ? അങ്ങനെ നീ ജനിച്ച ഉടനെ നിനക്ക് ഇത്രയും അറിവുകൾ കിട്ടുമോ? ഈ ഓരോ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുന്ന മനുഷ്യർ പ്രായം ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്യത്തില്ലേ? എല്ലാം ഇന്നലെ ജനിച്ച കിഡ്സാണോ ഉപയോഗിക്കുന്നത്? ഇവനൊക്കെ എത്ര പ്രായം ഉണ്ടെന്ന് വെച്ചിട്ടാ ഒരു മുതുക്കൻ ഇരുന്നു കൊണ്ടാണ് ആ സ്ത്രീയെ മുതുക്കി എന്ന് പറയുന്നത്. വസന്തം പോലും അവൻ്റെ ലാംഗ്വേജ് അതാണ്. അയ്യോ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. അവൻ്റെ ലാംഗ്വേജ് ബെസ്റ്റ് ലാംഗ്വേജാ, ദ വെരി ബെസ്റ്റ് ലാംഗ്വേജ്, നല്ല ലാംഗ്വേജ് ഉപയോഗിക്കുന്ന മുടുക്കനാണ് അവൻ. മുടുക്കൻ, മനസ്സിലായില്ലേ? പാഷനാണ് ഇതൊക്കെ, പാഷനാണ്. മോൻ്റെ വീട്ടിലുള്ള മോൻ്റെ അമ്മച്ചിയോടോ സഹോദരിയോടോ ഭാര്യയോടോ ഈ പാഷനൊന്നും ഇട്ടിട്ട് റോഡിലോട്ട് വരാൻ പറഞ്ഞാണ്. കാണട്ടെന്നേ, നാട്ടുകാർ കാണട്ടെ പാഷനബിളായ ഭാര്യയും അമ്മേനെയൊക്കെ. എല്ലാവരും കണ്ടെന്ന് ആസ്വദിക്കട്ടെ. അതല്ല അതിൻ്റെ ഒരു റൈറ്റ്. നീ ഇത് തള്ളകി വിളിച്ചെന്ന് പറഞ്ഞിട്ട് വരരുത്. എനിക്കിങ്ങനെ പറയാൻ അറിയാവുള്ളൂ. അദ്ദേഹം ഉദ്ദേശിച്ച തിയറി അത് ഇന്നതാണ്, അതുമായി ബന്ധപ്പെട്ട് ഇന്ന അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല, അല്ലെങ്കിൽ ആ തിയറി ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രീയമായിട്ടല്ല ഈ വിഷയത്തെ നോക്കി കാണുന്നത്, അങ്ങനെ പൊസിഷൻ എടുക്കാം. ഈ വിഷയത്തിൽ ഞാൻ ശാസ്ത്രീയമായിട്ടല്ല പൊതുവായിട്ടുള്ള വേറെ ചില മാനദണ്ഡങ്ങളാണ് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയും. പക്ഷേ ഒരാൾ വസന്തം വിളിച്ചത് കൊണ്ട് ആ പറഞ്ഞ കാര്യത്തിന് മറുപടി അല്ലല്ലോ. സ്ത്രീകളെ ഒരു ഇല്യൂഷനിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇവരിപ്പോ ഈ പറയുന്ന സ്വാതന്ത്ര്യം ടെക്നിക്കലി പറഞ്ഞാൽ ഓപ്പറേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസീവ് മൈൻഡ് സെറ്റുള്ള സ്ത്രീകൾ പറയുന്നത് ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആൺവർഗം തന്ന ഒരു ഇല്യൂഷനാണ്. ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ആണുങ്ങളാണ് എന്നും അവർ നിങ്ങളെ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് ഇതുപോലുള്ള, അതായത് സ്കിന്ന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മൊത്തം കവർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വസ്ത്ര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ട്രാപ്പിലാക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് ഇവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഇവ പറഞ്ഞ ആൻസർ ഫെസ്റ്റിവൽ ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഇത് ഒന്നാമത് നമ്മൾ പറയേണ്ടത് ഇത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമല്ല, ഇദ്ദേഹം കോട്ട് ചെയ്യാൻ, അതായത് ഫെമിനിസ്റ്റുകൾ കോട്ടിയാണ് ഈ ഇല്യൂഷനെ കുറിച്ച്. ഇത് ഇല്യൂഷനാണ് എന്നുള്ളത് ഫെമിനിസ്റ്റുകൾ പറയാൻ, അല്ലാതെ ഇദ്ദേഹത്തിന്റെ വാദമല്ല യഥാർത്ഥത്തിൽ. അപ്പം എന്നിട്ട് അതിന് മറുപടി പറയണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറഞ്ഞ ഈ ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ട ഒരു വിഷയമാണിത്. ഒരുപാട് പുസ്തകം ഇൻഡസ്ട്രിയൽ വചനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള അതേപോലെ തന്നെ ഒരുപാട് ഈ ചർച്ചയിൽ കോട്ട് ചെയ്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളിലൊക്കെ ഫെമിനിസ്റ്റുകൾ, റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറഞ്ഞൊരു വാദം കോട്ട് ചെയ്യാണ് അമീർ സാഹിബ് ചെയ്യുന്നത്. അപ്പം ആ റാഡിക്കൽ ഫെമിനിസ്റ്റുകളോട് നിങ്ങൾ വിയോജിക്കുകയാണോ? എങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇതാണ് പറയേണ്ടത്. അത് ഇല്യൂഷൻ ഓഫ് ചോയ്സ്. അതായത് ഒരു സ്ത്രീ പിന്നെ അവർ സ്വയം വിചാരിക്കുന്നത് എന്താണ്? എന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിക്കുന്നത് എന്ന് ആ സ്ത്രീ വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പുരുഷന് സ്ത്രീയുടെ ശരീരം കാണണം എന്നുള്ള പുരുഷന്റെ ആവശ്യം നിറവേറ്റപ്പെടാൻ അവൻ എന്ത് ചെയ്യാണ്? മാനിപ്പുലേറ്റ് ചെയ്യാൻ പരസ്യങ്ങളിലൂടെ സിനിമകളിലൂടെ നിരന്തരമായിക്കൊണ്ട് ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് ഫിറ്റിൻ ചെയ്യാൻ സ്ത്രീകൾക്ക് നിരന്തരമായി അത് അത്തരത്തിലൊരു പ്രഷർ, സോഷ്യൽ പ്രഷറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഫെമിനിസ്റ്റുകൾ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിൽ അവന്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ ഫിറ്റിൻ ചെയ്യേണ്ടവരല്ല
സ്ത്രീകൾ എന്നുള്ളതാണ് അവിടെ നിരന്തരമായി അവർ പറയുന്നൊരു കാര്യം. അപ്പോൾ അതിന് ഇയാൾ ജസ്റ്റ് അങ്ങനെയാണെന്നാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് പോവാൻ. അപ്പോൾ ഈ പറഞ്ഞ വാദങ്ങളോട് നിങ്ങൾക്കുള്ള പ്രതികരണം എന്താണെന്നാണ് പറയേണ്ടത്, അല്ലാതെ ജസ്റ്റ് അത് ഇയാൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മറുപടി ആവില്ല. പിന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അടക്കമുള്ള ഈ ചോയ്സ്, അപ്പോൾ അമീർ സാഹിബ് അവിടെ പറയുന്നത് ചോയ്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ പുരുഷന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചോയ്സ് അത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിച്ച് കൊടുക്കപ്പെടുന്നില്ല. അതിന് ഉദാഹരണമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദാഹരണം പറഞ്ഞത്. അവിടെ ഹൈ ഹീൽ ഷൂസ് എന്ത് ചെയ്തിട്ടില്ല, അത് ഇടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പുറത്താക്കിയ സംഭവം. അതേപോലെ തന്നെ പല ഒളിമ്പിക്സ് മത്സരങ്ങളിലും ഈ പറഞ്ഞ രൂപത്തിൽ ശരീരം പുറത്ത് കാണുന്ന രൂപത്തിലല്ലാത്ത വസ്ത്രം ധരിച്ച ആളുകൾക്കെതിരെ നടപടിയെടുത്ത സംഭവം ഒക്കെ നമ്മളിതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കമന്റ് കേട്ടു. അല്ലെങ്കിൽ അതിന്റെ വിഷയങ്ങൾ എന്താ പറയുക, അതിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതോ ആളുകൾ മാത്രം എഴുതുണ്ടായിരിക്കുക. 6 ബെഡൊക്കെ ചെയ്തിട്ട് അവർക്ക് അത് ഒഴിവാക്കുക, ഹീൽസ് ഒഴിവാക്കിയ പ്രശ്നം പറയും. അതിന്റെ കാര്യം റീസൺസ് അവരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു, എന്തുകൊണ്ട് ഈ ഡ്രസ് കോഡ് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ഇവന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡ്രസ് കോഡ് പറയുന്നത് അവർക്ക് ആ ഇവന്റ് പുറത്ത് ക്യാമറയിലൂടെ വീഡിയോയിലൂടെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു വിഷ്വൽ ട്രീറ്റ് വരാൻ വേണ്ടി അവർ പറയുന്ന സാധനങ്ങളാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ആണും പെണ്ണും കൂടിയൊക്കെ അല്ല നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ നിയമം ഇങ്ങനെ 2-3 ആൾക്കാർ കുറേ ക്ലോസ് ഉണ്ടാക്കുന്ന കാര്യമല്ല. ഈ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും അതേപോലെ തന്നെ വെബ് സീരീസുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യപ്പെടുന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ നിയമത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. അത് പൊതുവായി തന്നെ അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇദ്ദേഹത്തെ പോലെ ഒറ്റയ്ക്ക് വസ്ത്രധാരണത്തെക്കുറിച്ച് സോഷ്യൽ ചർച്ച പാടില്ല, അതൊക്കെ പ്രബുദ്ധ കേരളത്തിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒഴിവാക്കല്ല ചെയ്യേണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ വളരെ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു. കാരണം എന്താ, ഒരു വെച്ചാൽ ആണിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ കേർവ്സ്, ഓരോ ഹിപ്പ് റേഷ്യോ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ആണിന് വിഷ്വലി പിന്നെ ഓക്കെ ആയിട്ടുള്ള രൂപത്തിലാണ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവുക. ആ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റാതെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാണ്, ഒരു ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ശരീരം അതിന് കൊള്ളില്ലേ, ഞാൻ ആ നിലക്ക് ഒരു അപ്പീലിംഗ് അല്ലേ എന്ന ഒരു ചിന്ത നിരന്തരമായി ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് വെസ്റ്റേൺ ലോകത്ത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ബോഡി ജസ്റ്റ് നിങ്ങൾ BID സെർച്ച് ചെയ്ത് നോക്കും, ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ അത് വിഷ്വലി ട്രീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിഷ്വലി അത് പ്ലീസിംഗ് ആവാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ വിഷ്വൽ ട്രീറ്റിന് വേണ്ടിയോ വിഷ്വൽ പ്ലീസിംഗിന് വേണ്ടിയോ പുരുഷന്റെ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സിലേക്ക് ഫിറ്റിംഗ് ചെയ്യാനുള്ള വെറും ഒരു ഒബ്ജക്റ്റ് അല്ല സ്ത്രീ. അതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേ ന്യായം എന്തിനും പറയാം. ഐറ്റം ഡാൻസ് ആണ് ഈ ഒബ്ജക്ടിഫിക്കേഷന്റെ ക്ലാസിക് എക്സാമ്പിൾ. സ്ത്രീകൾ എന്ത് ചെയ്യാണ്, സ്ത്രീകളുടെ ശരീരം മാത്രമാണ് അവിടെ ഒരു ഐറ്റമായി മാറുകയാണ്, ഒരു കേവലം ഒരു ഐറ്റമായിട്ട് സ്ത്രീയുടെ ശരീരം മാറുകയാണ്. അവിടെ അത് എന്തിനു വേണ്ടിയിട്ടാണ്, വിഷ്വലി പ്ലീസിംഗ് ആവാൻ വേണ്ടി, ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് കുറച്ചൊക്കെ ധാരണയുള്ള ആൾക്കാർ പറയും. ഇദ്ദേഹത്തിന്റെ ആ വിഷയത്തിൽ നിലപാടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ ബോധമുള്ളവർ പറയുന്നതാണ്. അതാണ് ബ്രദർ, ബോധമുള്ളവർക്കാണ് അത് മനസ്സിലാകുന്നത്. നമ്മളുടെ വീട്ടിലെ കുട്ടീനെ ഐറ്റം ഡാൻസിന് വിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്തയ്ക്ക് തള്ളക്കി വിളിക്കുമെന്ന് പറയും. അതാണ് ബോധം എന്ന് പറയുന്നത്. അതാണ്, ആ ബോധമാണ് മനുഷ്യരെ നയിക്കുന്നത്. നമ്മൾ അതാണ് പറഞ്ഞത്. അത് പറ്റത്തില്ല, കാണണ്ടേ, ഇങ്ങനെ ഉരിഞ്ഞും പറക്കി കെട്ടി നടക്കുന്നതിനെ കാണണ്ടേ. ഉദാഹരണം, ആ ജാസ്മിൻ്റെ അവസ്ഥ ഇപ്പം നോക്ക് എങ്ങനെയുണ്ടെന്ന്, എങ്ങനെ ആക്കിയെടുത്ത് അതിനെന്ന്. അതിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. എന്തൊക്കെ കോമാളി കൂത്തുകളാണ്, എന്തൊക്കെ പേക്കൂത്തുകളാണ് നടക്കുന്നത്. നമ്മളെയൊക്കെ അവസാനിപ്പിക്കാൻ നടക്കുകയാണ്. എനിക്ക് UA ടീമിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യുന്നതാണ്. ഫിനാൻഷ്യലി അവർ ഓക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ ഇതിൽ നിന്നൊരു റവന്യൂ എടുക്കുന്നില്ല. റവന്യൂ എടുക്കാതെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, അത് എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് അവരവരുടെ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോസ് തിരഞ്ഞെടുത്ത് കാണുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ കൃത്യമായി തെളിവ് വെച്ച് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സോ ദേ ആർ സോ ടു ഗുഡ്. ഇടയ്ക്ക് വെച്ചൊരു ഡ്രസ്സ് എനിക്കൊരു പെണ്ണിനെ കണ്ടാൽ തോന്നുമെന്ന് പറഞ്ഞതിനോട് എനിക്ക് വിരുദ്ധതയുണ്ടായിരുന്നു. പക്ഷെ വായിച്ച് കുറേ അവർ പറഞ്ഞ കോണ്ടസ്റ്റിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഐ ഡു റിയലൈസ് യെസ് എക്സാക്ട്ലി അവർ പറയുന്നത് ഒരു പോയിന്റ് തന്നെയാണ്. സം ടൈംസ് സംവെയർ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് ചെയ്യാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോംപ്ലിക്കേഷനായി ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, സീരിയസ്ലി കോംപ്ലിക്കേറ്റഡ്. എനിവേ, ഇപ്പം ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ബാലൻസ് നിങ്ങൾ അവിടെ പോയി കാണുക. ഇല്ല എൻ്റെ ചാനലിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് റീപോസ്റ്റ് ചെയ്യാം. ഇല്ല അച്ഛാ അവിടെ പോയി കാണാം. ഏതായാലും കൊണേശൻ്റെ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കൊണേശന് മനസ്സിലാവില്ലെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അവൻ സത്യം പറഞ്ഞാൽ അവൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അവൻ ചതിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണെന്നറിയാം, ലോ ലെവൽ പീപ്പിളിന് അവൻ്റെ ചതി മനസ്സിലാവത്തില്ല. അപ്പം അവൻ്റെ ചതി മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാമോ, അവൻ പറയുന്ന അതേ സബ്ജക്റ്റ് മറ്റൊരാൾ വിജിലൻ്റായി കൃത്യമായി എവിഡൻസ് വെച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പറയുമ്പോഴാണ്. അങ്ങനെ ഒരാൾ വന്നാൽ അത് പ്രശ്നം. അപ്പം എന്ത് ചെയ്യണം, അവൻ്റെ ലെവലിലുള്ള ഒരാളാണെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് വയ്ക്കും. അല്ല, പഠിച്ച് പറയുകയാണെങ്കിൽ, പഠനം കൃത്യമാണെങ്കിൽ, അത് ആളുകളിലേക്ക് എത്തിക്കാൻ അവർക്ക് തനതായ ഭാഷ അറിയാമെങ്കിൽ അവരെ പിന്നെ അടി കൂടെ നീത്ത് കെട്ടുക എന്നുള്ളതാണ്. ഏതായാലും നീ റീലോഡഡ് എന്നുള്ളത് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നു. സോ ഐ ആം ഓൾസോ റീലോഡഡ് എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്. UA ടീമിന് താങ്ക്സ്.
ഞാൻ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. സ്ട്രൈക്ക് അടിക്കരുത്. അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. എൻ്റെ സ്വഭാവം വെറും കുഴപ്പമാണ്. താങ്ക് യു സോ മച്ച്.